കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞാനും നിങ്ങളും കേൾക്കുന്തോറും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസനവും കാരണമായി തീരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം തന്ന ആലോചന വചനത്തിൽ കൂടി നിങ്ങളെ അറിയിപ്പാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ഇന്ന് പലക്കാർ ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്താണെന്നും എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് ഈ വചനങ്ങൾ സംസാരിക്കുന്ന മുഴുവനും. നമ്മുടെ കുറിവാക്യവും അത് തന്നെയായിരിക്കും, ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനത്തിന് എന്തെല്ലാം ശക്തിയുണ്ട്, വചനത്തിന് എവിടെല്ലാം വെളിപ്പെടുത്തുവാൻ കഴിയും, എവിടെല്ലാം ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നു, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് ദൈവത്തിൻ്റെതായ വചനത്തിന് ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. വീണ്ടും ഇന്ന് പലക്കാലം തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ്. ദൈവം കേൾക്കുന്തോറും അതനുസരിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും വലിയ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഈ 4 സുവിശേഷങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തെ മാത്രം ആസ്പദമാക്കി സംസാരിക്കാൻ കർത്താവ് കൃപ തന്നു. ഇന്ന് പലക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തല പ്രവൃത്തിയുടേതായ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനത്തിൻ്റെതായ ശക്തി ഏതെല്ലാം വിധത്തിലാണ് അവിടെ വെളിപ്പെടുത്തുന്നതൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായങ്ങളുള്ളതിൽ 1007 വാക്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ 31 വാക്യങ്ങൾ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് മാത്രം സവിസ്താരമായി പറയുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഞാനും നിങ്ങളും കേൾക്കുന്തോറും നാം അനുഗ്രഹം പ്രാപിക്കുന്നു, നന്മ പ്രാപിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നു, നമുക്ക് ശക്തി തരുന്നു, നമുക്ക് ബലം തരുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം 5000-ഓളം ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടവരിൽ പ്രൈസ് ദി ലോർഡ് പലരും എന്ത് ചെയ്തു? വിശ്വസിച്ചു. നമുക്കറിയാവുന്ന ലോകത്തോട് സുവിശേഷം അറിയിക്കുന്നുണ്ട്, വചനം വിളിച്ചു പറയുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകളായി ഈ മാറ്റമില്ലാത്ത വചനം ലോകത്തോടും ജനത്തോടും വിളിച്ചു പറയുന്നു. എത്ര പേര് ആ വചനം കേൾക്കുന്നുണ്ട്, കേൾക്കുന്ന വചനം ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്ന വചനം വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ദൈവവചനം കേട്ടവരിൽ പലരും എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഈ പൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വചനം കേൾക്കുക മാത്രമല്ല, ആ വചനം എന്ത് ചെയ്യണം? വചനം വിശ്വസിക്കണം. വചനത്തിന് ശക്തി ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പോസ്തലന്മാരുടെ കാലത്ത് 4-ാം അധ്യായത്തിൽ പറയുന്നത്, വചനം കേട്ടവർ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതിൽ പുരുഷന്മാരുടെ എണ്ണം മാത്രം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ 5000-ഓളമായിരുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ അധികം പേരും ദൈവം കേൾക്കുവാനും ദൈവത്തെ വിശ്വസിക്കുവാനും ജനത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു സംഖ്യ എടുത്തു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ പറയാണ്, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് എന്ത് വേണം? കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ വചനം മറഞ്ഞിരിക്കുന്ന വചനത്തിലെ സത്യങ്ങൾ, അതിന്റെ ആഴങ്ങൾ, അതിൻ പ്രകാരം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്
ഹല്ലേലൂയ. നിന്റെ വചനം എന്ത് ചെയ്യണം? പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് എന്ത് വേണം? കൃപ വേണം. ആ ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈസലോ നമുക്ക് പൂർണ്ണമായി ധൈര്യത്തോടുകൂടി വചനം വിളിച്ചു പറയുവാൻ കഴിയത്തുള്ളൂ. ധൈര്യമുണ്ടായിരിക്കണം. ധൈര്യം മാത്രം പോരാ, കൃപ, ദൈവത്തിന് കൃപ നമ്മൾക്ക് ആവശ്യമാണ്. മറ്റു ലോകപ്രകാരമുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് കൃപ വേണ്ട. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്? നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് വേണം? ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. അപ്പോൾ കൃപയോടുകൂടി, ആ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വചനം സംസാരിക്കുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് അനേകർക്ക് വിശ്വസിക്കുവാനിടയായി തീർന്നത്. 5000 പുരുഷന്മാർ തന്നെ ആ വചനം കേട്ട് വിശ്വസിച്ച് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ വചനം സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആവശ്യം എന്താണ്? കൃപയാവശ്യമാണ്. കൃപയോടുകൂടി വചനം പ്രസംഗിക്കുവാനുള്ള കൃപ മാത്രമല്ല, വചനം കേൾപ്പാനുള്ള കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെതായ ആ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വചനം ഘോഷിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആ വചനം കേൾക്കുന്നവർക്കും അതെന്തായിട്ട് മാറും? അനുഗ്രഹം. അവർക്കും അത് കൃപയായിട്ട് മാറുവാനിടയായിത്തീരും. 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം, കൃപയോടുകൂടി ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് കേൾക്കുന്നവർ എന്ത് പ്രാപിക്കുന്നു? ജീവൻ പ്രാപിക്കുന്നു, ബലം പ്രാപിക്കുന്നു. കൃപയോടുകൂടി പറഞ്ഞ വചനം അത് വ്യർത്ഥമായി പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. എവിടേക്കാണ് ജീവന്റെ വചനം പ്രസ്താവിക്കുന്നത്? എല്ലാവരോടും. അത് പരസ്യ സ്ഥലത്താകാം, ദേവാലയത്തിലാകാം, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോഴാകാം. അപ്പോൾ ഞാനും നിങ്ങളും ആ വചനം പ്രസ്താവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും എങ്ങനെയുള്ളവരായിരിക്കണം? എപ്പോഴും കൃപയോടുകൂടിയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജീവന്റെ വചനമാണ്. ജീവന്റെ വചനം കൃപയോടുകൂടി പ്രസ്താവിക്കുമ്പോൾ, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കൃപ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വചനം പ്രസ്താവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്കെന്ത് പ്രാപിക്കുവാൻ കഴിയുന്നു? കേൾക്കുന്നവർക്കും അത് ജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്ന ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കും ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ കഴിയുമായിരിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നതാണ് എന്താണ്? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും എങ്ങനെയിരിക്കുന്നു? ഉറ്റിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കുന്നവർ എത്ര പേരുണ്ട്? വചനം ധ്യാനിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? വചനം ഉള്ളിൽ സംഗ്രഹിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ, അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ആർക്കൊക്കെ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ ഉറ്റിരുന്ന് അതിൽ ശ്രദ്ധ വെച്ച് അത് വേണ്ട വിധം പ്രയോജനപ്പെടണമെങ്കിൽ ആ വചനത്തിൽ ഉറ്റിരുന്ന് വചനം ഘോഷിച്ചെങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടത്തുള്ളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, ഏറ്റവും പെരുകി. അപ്പോൾ കൃപയോടുകൂടി ധൈര്യത്തോടുകൂടി ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചപ്പോൾ ആ വചനം എന്ത് ചെയ്തു? യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, വചനം പരന്നു. വചനത്തിന് ശക്തി. ദൈവത്തിന്റെ വചനം പ്രൈസ് ദി ലോർഡ് അത് പരക്കുവാനിടയായിത്തീർന്നു. അത് ദേശത്ത് വ്യാപരിക്കുവാനിടയായിത്തീർന്നു. വ്യക്തികളുടെ മേൽ പതിയുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാനും നിങ്ങളും എങ്ങനെയുള്ളവരായിരിക്കും? ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം
ഏറ്റവും പെരുകിയെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 8-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കുമ്പോൾ, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടങ്ങളിൽ പാർത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരം കാണുന്നുണ്ട്, യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയിട്ട് സാക്ഷികളാകുവാൻ. എന്താണ് ഞാനും നിങ്ങൾ സാക്ഷികളാകുന്നത്? ദൈവത്തിന്റെ വചനം എന്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടങ്ങളിൽ സഞ്ചരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെവിടെല്ലാം പോയി, എവിടെല്ലാം സഞ്ചരിച്ച്, അവിടെയെല്ലാം ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഘോഷിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു, ധൈര്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? അവർ വചനം എങ്ങനെ പഠിച്ചു? സൂക്ഷ്മതയോടെ. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെതായ മുൻപാകെ അവർ ഉറ്റിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ വചനത്തെ അവർക്ക് ഗ്രഹിപ്പിച്ചു തന്ന കൃപയോടുകൂടി അവർ പ്രാപിച്ച വചനം അവരുടെ ഉള്ളിൽ അവർക്ക് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവർ ചെയ്തത്? ചിതറിപ്പോയവർ വചനം അവിടെ എവിടെകളായി ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു, സുവിശേഷിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടുകൊണ്ടോ. അപ്പൊ ചിതറിപ്പോയവർ അടങ്ങിയിരിക്കാതെ അവിടെ ഇടങ്ങളായി ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചതുകൊണ്ട് ഇവിടെ അതിശയോക്തിയായിട്ടാണ് പറയുന്നത്. എന്താ? അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യയിൽ ദൈവവചനം കൈക്കൊണ്ട്. ശമര്യർ ദൈവവചനം കൈക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശമര്യനും ദൈവവചനം കൈക്കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രത്യേക വിശേഷതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, ഹല്ലേലൂയ, ഇതാരോട് പ്രസ്താവിക്കുന്നു, ആര് കേൾക്കുന്നു, അവരുടെ ജീവിതത്തിൽ ബലം പ്രാപിപ്പാൻ, യഥാർത്ഥമായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിപ്പാൻ, അംഗീകരിപ്പാൻ അങ്ങനെയുള്ളവർക്ക് ഇടയാകുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പത്രോസ് വചനം പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എവിടേക്കാണ് ക്രിയ ചെയ്യുന്നത്? മാനസാന്തരത്തിലേക്ക് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അവർക്ക് എന്ത്? ഒരു പുതിയ ശക്തി, ഒരു പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ വാക്യത്വങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നു. വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, വചനം കേൾക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ, വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, സമർപ്പിച്ചു കൊടുത്തപ്പോൾ, വചനമാകുന്ന കണ്ണാടിയിൽ കൂടി അവർ സ്വയമേ കണ്ടപ്പോൾ, ഞാൻ ചിന്തിക്കുന്നു, ആ വചനത്തിന് മുൻപാകെ പ്രൈസ് ദി ലോർഡ് അവർ ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു കൊടുത്തു. വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി, ഭയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വചനം കേട്ടപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഓ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അരുളപ്പാടുകളെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവം തരുന്നതായ ഭാഷാ വരങ്ങളാൽ അവർക്ക് നിറയപ്പെടുവാൻ ഇടയായി തീർന്നു. എന്താണ് കാരണം? പത്രോസ് പറഞ്ഞ വചനം എന്ത് ചെയ്തു? അവരെല്ലാവരും കേട്ടു. കേൾക്കുക മാത്രമല്ല, അനുസരിച്ചു. ഇന്ന് വർക്കാരനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഭാഷ അടയാളത്തോടുകൂടി നിങ്ങളത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, വചനത്തിന് മുൻപാകെ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിന്റെ അവർ നീരും ആ അന്യഭാഷകളിൽ ദൈവം നമുക്ക് സംസാരിക്കുവാൻ കൃപ തരണം. വചനം കേൾക്കുക, വചനം അനുസരിക്കുക,
പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോഴാണ് എന്ത് ചെയ്ത് അവർക്ക് ദൈവത്തിൻ്റെതായ വരങ്ങൾ, കൃപ. കാരണം കൃപയോട് കൂടിയതാ ഈ വചനം പറഞ്ഞത്. അപ്പോൾ വചനം കേട്ടപ്പോൾ അവരുടെ മേൽ എന്ത് പകർന്നു? കൃപ പകർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വലക്കാലം ഞാനും നിങ്ങളും ആ കൃപയ്ക്ക് വേണ്ടി, അവന്റെ വരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുവാൻ കഴിയുമോ? വരങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ജാതികളും ദൈവവചനം കൈക്കൊണ്ട് എന്നീ അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജാതികൾ പോലും എന്ത് കേൾക്കുന്നു? വചനം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ വചനം കേട്ട് വിശ്വസിക്കുന്ന ഏവർക്കും, അത് ചെറിയവനെന്നോ വലിയവനെന്നോ ധനവാനെന്നോ സമ്പന്നനെന്നോ, പ്രൈസ് ദി ലോർഡ്, ആരെന്ന് വ്യത്യാസമില്ല, അവനെ കൈക്കൊണ്ട് അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തധികാരം കൊടുത്തു? ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ജാതികളും ദൈവവചനം കൈക്കൊണ്ട് എന്ന അപ്പോസ്തലന്മാർ യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. വലിയ അത്ഭുതം അവിടെ നടക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 12-ാം അധ്യായത്തിന് 24-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഈ വചനം സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുന്ന ഇടത്ത്, പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ എതിരുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ പോരുകൾ ഉണ്ടായിട്ടുണ്ട്. ആദിമകാലം മുതൽ ആദിമ നൂറ്റാണ്ടുകളുള്ള അനുഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്താണ് ഇവിടെ പറയുന്നത്? എന്നാൽ ദൈവവചനം മേൽക്കുമേൽ എന്ത് ചെയ്തുകൊണ്ട് പരന്നുകൊണ്ടിരുന്നു, വർദ്ധിച്ചുകൊണ്ടിരുന്നത്. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഇനി ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. ആർക്കും ഇതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ആർക്കും ഇതിനെതിരായിട്ട് നിൽക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിനോ ബന്ധനമില്ല. കാരണം ദൈവത്തിന്റെ വചനമാണ്. ഇതിനെ ബന്ധിക്കുവാൻ ആർക്കും, ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഇതിനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ആരെല്ലാം ദൈവത്തിന്റെ വചനത്തെ എതിർത്തിട്ടുണ്ടോ, ആരെല്ലാം ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചിട്ടുണ്ടോ, അവരെല്ലാം യഥാർത്ഥമായ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരായി തീർന്നെന്ന ചരിത്രം തെളിയിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇത് ഒതുക്കുവാനോ ഇതടക്കുവാനോ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. വചനം എന്ത് ചെയ്തു? മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. വചനത്തിന് ശക്തി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ ചെന്ന് ദൈവത്തിന്റെ വചനം അറിയിച്ചു. ഹല്ലേലൂയ. ഒരുപക്ഷെ എന്താണ് ഇവിടെ എങ്ങനെ എടുത്തു പറയുവാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ പള്ളിയിൽ. കാരണം ന്യായപ്രമാണം അനുസരിച്ച് അവർ ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് എന്ത് ചെയ്തില്ല, ആഴം കൊടുക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നത്, സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ അവർ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തു? വചനം അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, ഈ വചനം എന്തിക്കൊണ്ട് കടന്നു പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അടഞ്ഞിടക്കുന്ന വഴികൾ, അടയപ്പെട്ട വാതിലുകൾ, താമ്രക്കഥകൾ തകർത്ത് ഇരുമ്പടാമിൽ ഖണ്ഡിച്ചളയുന്നതാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ പള്ളി എന്ത് ചെയ്ത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു വചനം സംസാരിക്കുവാൻ, വചനം അറിയിക്കുവാൻ. യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് എന്ത് ചെയ്തു? ദൈവത്തിന് വചനം അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അവരുടെ ചരിത്രമുണ്ട് 13-ാം അധ്യായത്തിൽ. വിസ്തരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണ് വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്?
വചനവൻ ആത്മാവിൻ ദാഹം തീർപ്പ ആരുളുക ദാസരിൻ വരമധികം. വചനവൻ ആത്മാവിൻ ദാഹം തീർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മാവിന്റെ ദാഹം തീർക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ ദാഹം തീർക്കണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കും. ആത്മാവിന്റെ ദാഹം തീർക്കുവാൻ എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുക, വചനം ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ അവരെന്ത് ചെയ്തു? അവരാഗ്രഹിച്ചു. ഹല്ലേലൂയ. നമുക്ക് ഈ അവസരം കിട്ടുമ്പോൾ നാം വചനം കേൾക്കാറുണ്ടോ? വചനത്തിന് മുൻപാകെ ഏൽപ്പിക്കാറുണ്ടോ? വചനത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ തുറന്നു കൊടുക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപാകെ ഇരിപ്പാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇന്ന് പലക്കാലം നമുക്ക് ചിന്തിക്കാം, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുന്നു. അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്നും ദൈവഭക്തന്മാരും ആയുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാ വചനം നിയമിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ വചനം. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും പ്രൈസ് ദി ലോർഡ് വചനം കേട്ട രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ ധനവാനായ രക്ഷിക്കപ്പെട്ടത് കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വലിയ ബഹുമാനവും വലിയ പദവിയും കിട്ടിയെന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടത് കേട്ടിട്ടില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞെന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷാ വചനം കേട്ടപ്പോൾ രക്ഷപ്പെടുവാൻ ഉള്ള മാർഗം ഈ വചനത്തിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്നു. രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ. ലോകം നശിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു രാജ്യം മാത്രമല്ല, ഒരു സ്റ്റേറ്റ് മാത്രമല്ല, ചില പട്ടണങ്ങൾ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, രാജ്യം മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നശിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പലക്കാലം രക്ഷിക്കപ്പെടണമെങ്കിൽ, ഈ നാശത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാനും നിങ്ങളും എന്തായിത്തിരിക്കണം? പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ വചനം കേൾക്കുക, അനുസരിക്കുക, അത് പ്രാപിച്ചെടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പരസ്യ സ്ഥലത്ത് പോയി അങ്ങുള്ളതായ ദൈവമക്കൾ പാടുന്ന പാട്ട് എന്താ? സത്യവചനം കേട്ടോ നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടോ നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ. ഹല്ലേലൂയ. ഓ, എത്ര മാറ്റമില്ലാത്ത വചനത്തിൽ. പ്രൈസ്. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. എത്രയോ ജീവിതങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അവരുടെ ജീവൻ എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ, സത്യവചനത്തിന് ചെവി കൊടുക്കാതെ, സത്യവചനം കാക്കാതെ, സത്യവചനം പ്രമാണിക്കാതെ പോയാൽ അവരുടെ നിത്യത എവിടെയാണെന്ന് പലക്കാലം നമുക്കറിയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അനേകരെ ആകർഷിച്ചിട്ടുള്ളതായ ഒരു പാട്ട സത്യവചനം കേട്ടു നീ വാ. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ പ്രാപിക്കുവാൻ സത്യവചനത്തെ യഥാർത്ഥമായി അംഗീകരിക്കുക. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ, പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി. വാസ്തവമായ അപ്പോസ്തലന്മാർ ദൈവത്തിന് വചനം പറഞ്ഞപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടാവും, അതിശയങ്ങൾ നടന്നിട്ടുണ്ട്, വീര്യപ്രവൃത്തി നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശുവിൻ ശിഷ്യന്മാരുമായുള്ള യാത്രയിൽ ഹല്ലേലൂയ
അവൻ ആ പടകിൽ കയറിയിരുന്ന് ദൈവം സംസാരിക്കുമ്പോൾ അനേക പുരുഷന്മാർ എന്ത് ചെയ്തു? ഓടിക്കൂടി, വന്നുകൂടി. ഓ, ജീവന്റെ വചനം, കൃപയുടെ വചനം, രക്ഷിക്കുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, വിടുവിക്കുന്ന വചനം. ഹല്ലേലൂയ! അത് കേൾപ്പാൻ എന്ത് ചെയ്തു? ജനം വന്നുകൂടി വചനം കേൾപ്പാ. ഹല്ലേലൂയ! പഴയ കാലങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകന്മാർ കൃപയോടുകൂടി വചനം വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അവരുടെ വാഹനം അവിടെ നിർത്തിവെച്ചിട്ട് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ദൈവവചനം കേട്ട ചരിത്രമുണ്ട്, രക്ഷിക്കപ്പെട്ട ചരിത്രമുണ്ട്. ഹല്ലേലൂയ! യാത്ര ചെയ്തവർ, ബസ്സിൽ നിന്ന് യാത്ര ചെയ്തവർ, അവരിറങ്ങേണ്ട സ്റ്റോപ്പിന് മുൻപെയാണ് ഈ വചനം കേൾക്കുന്നെങ്കിൽ അവർ അവിടെ ഇറങ്ങി ദൈവവചനം കേട്ട് പ്രൈസലോ അവർ രക്ഷിക്കപ്പെട്ടതായ അനുഭവങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ആരെയാണ് സന്ദർശിക്കുന്നത് നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും പ്രൈസലോ ചന്തസ്ഥലത്തും പരസ്യ സ്ഥലങ്ങളിലും പ്രൈസലോ ഏതൊരു കവലകളിലും ദൈവത്തിന് വചനം പറയുവാൻ നമുക്ക് ധൈര്യം കിട്ടുന്നത്. കാരണം ഈ വചനം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ഏത് സന്ദർഭത്തിലാണ് ഒരു വ്യക്തിയെ തൊടുന്നത് നമുക്ക് അറിയുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നിരാശയോടുകൂടി, വേദനയോടുകൂടി, ദുഃഖത്തോടുകൂടി, മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് പോകുന്ന ജീവിതങ്ങളെയാണ് ഈ വചനം രക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് പലക്കാലം എനിക്ക് നിങ്ങൾക്കും ദൈവം തന്ന കൃപയുടെ ബഹുത്വത്താൽ, കൃപയുടെ വചനത്താൽ, ഹല്ലേലൂയ, നമുക്ക് പിന്നെയും ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം വചനം തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ നിത്യജീവനെ അയോഗ്യരെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. രക്ഷയുടെ വചനമാണ്, നിത്യജീവനിലേക്ക് നടത്തുന്ന വചനമാണ്. ഹല്ലേലൂയ! അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരിക്കലും എന്ത് സംഭവിക്കരുത്? വചനം തള്ളിക്കളയുവാൻ ഇടയാകേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 13-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം വായിക്കുമ്പോൾ, ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജാതികൾ പോലും, ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു, ജാതികൾ പോലും ദൈവവചനം കേൾക്കുവാൻ എന്ത് ചെയ്തു? ഓടിക്കൂടി, വന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. ജാതികൾ പോലും എന്താ? വചനം കേൾക്കുവാൻ ഓടിക്കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ! ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിന് അത്ര ശക്തിയുണ്ട്. അഭിഷേകന്മാർ അഭിഷേകത്തോടുകൂടി, കൃപയോടുകൂടി ഈ വചനം വിളിച്ചു പറയുമ്പോൾ അത് സംഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 13-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. കൃപയുടെ വചനം, കൃപയുടെ വചനം എങ്ങനെ പറയണം? കൃപയോടുകൂടി പറയണം. കൃപയോടുകൂടി പറയുമ്പോഴാണ് പ്രൈസോ അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നത്. കൃപയോടുകൂടി ആയിരിക്കണം. പ്രൈസോ കൃപയോടുകൂടി ദൈവത്തിന് വചനം ഘോഷിച്ചെങ്കിൽ മാത്രമേ ദുഃഖത്തോടും നിരാശയോടും മനോഭാരത്തോടും കൂടി, കടഭാരത്തോടുകൂടി അടുത്ത നിമിഷം എവിടെ ചുവടുവെക്കണമെന്നോർത്ത് വേദനയോടുകൂടി ഇരിക്കുന്നതായ ഒരു ജീവിതത്തിനൊരു വ്യക്തിക്ക് അകൃപയോടുകൂടി ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ജ്ഞാനം നിന്നും കടത്തിവിടുമ്പോഴാണ് അവൻ ജീവൻ പ്രാപിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൃപയുടെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും പറയുന്ന വചനം എങ്ങനെയാ? കൃപയോട് കൂടിയതും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഉപ്പിനാൽ രുചി വരുത്തിയതും അനേകർക്ക് ആശ്വാസകരമായി തീരണം. വചനം കേൾക്കുമ്പോൾ സമാധാനമില്ലാത്തവർക്ക്, ആശ്വാസമില്ലാത്തവർക്ക്, ഭാരത്തിൽ കൂടി വേദനയിൽ കൂടി കടന്നു പോകുന്നവർക്ക് അതെന്തായിരിക്കണം? കൃപയുടെ വചനം അവർക്ക് ആശ്വാസം നൽകുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ എത്രയോ ആയിരങ്ങളാണ് പ്രവാസികളായി
അവർ സമ്പാദിച്ചത് മുഴുവനും, അവർ നേടിയത് മുഴുവനും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസലോ അവർ എങ്ങനെങ്കിലും ജീവൻ കിട്ടിയാൽ മതി എന്നുള്ളതായ വ്യഗ്രതയോടുകൂടി അനേകായിരം എന്ത് ചെയ്തിരിക്കുക, നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്താ? പ്രൈസലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ധനമുണ്ടായാൽ, മാനമുണ്ടായാൽ, ബഹുമാനമുണ്ടായാൽ നിൽക്കുവാൻ കഴിയത്തില്ല. നിൽക്കണമെങ്കിൽ, പ്രൈസലോ, സമാധാനം കിട്ടണമെങ്കിൽ, ആശ്വാസം കിട്ടണമെങ്കിൽ ഈ വചനം എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾ കൃപയോടുകൂടി അവരുടെ മുൻപിൽ പറയണം. ഇപ്പോൾ ദൈവനം കേൾക്കുവാനുള്ളതായ ഒരു വ്യഗ്രത, ദൈവനം കേൾക്കുവാനുള്ളത് ജാഗ്രത. ദൈവത്തിന്റെ വചനത്തിന് എന്ത് പറയുന്നു? ഞങ്ങളുടേതായ ദുഃഖവേളയിൽ, ഈ പ്രയാസവേളയിൽ, അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ നടുവിൽ, ദുരിതങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ദൈവവചനം എന്തു പറയുന്നു? അവിടെ ആശ്വാസ വചനങ്ങൾ കിട്ടുമോ, ലഭിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് ഓടി വരുന്നായ, പലായനം ചെയ്യുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താ? ദൈവത്തിന്റെ വചനമാണ്. ഇത് ജീവന്റെ വചനമാണ്, കൃപയുടെ വചനമാണ്, ആശ്വസിപ്പിക്കുന്ന വചനമാണ്, ബലപ്പെടുത്തുന്ന വചനമാണ്, സൗഖ്യമാക്കുന്ന വചനമാണ്. നിരാശയിൽ കൂടി കഴിഞ്ഞു പോകുന്നവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് പലക്കാലം ഭവനത്തിലിരുന്ന് ആരെല്ലാം ഈ വചനം കേൾക്കുന്നുണ്ട്, ആരെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. നീ അനുഭവിക്കുന്ന കഷ്ടത, നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവിടെ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ പ്രൈസലോ വാസ്തവായി കൃപയോടുകൂടി ദൈവത്തിലേക്ക് അടുത്തു വരിക, കൃപയോടുകൂടി പറയുന്ന വചനങ്ങൾ ഏറ്റെടുക്കുക, ദൈവത്തിന്റെ കൃപ പ്രാപിക്കുക, ആശ്വാസം പ്രാപിക്കുക, സമാധാനത്തിലായി തീരുവാൻ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയുടെ വചനം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 32-ാം വാക്യവും 34, 35 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന, അവർ ആശ്വാസ വചനം വായിച്ചു സന്തോഷിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ എന്ത് ചെയ്തു? പ്രബോധിപ്പിച്ചു, ഉറപ്പിച്ചു. ആശ്വാസ വചനം. പ്രൈസ് ദി ലോർഡ്. ആശ്വാസത്തിന്റെ വചനം, ആശ്വസിപ്പിക്കുന്ന വചനമാണ്. നിരാശയിൽ ആണ്ടുകിടക്കുന്നതായ, കടഭാരത്താൽ മുങ്ങിക്കിടക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ പേർ, എത്രയോ ജീവിതങ്ങൾ, ബിസിനസ് നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, സകലവും നഷ്ടപ്പെട്ടവർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയപ്പോൾ ഇന്ന് പലക്കാൽ ദൈവത്തിന് വചനം പറയുന്നു, ആശ്വസിപ്പിക്കുന്ന വചനം വായിച്ച് സന്തോഷിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ എന്ത് ചെയ്തു? പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ആശ്വാസം തരുന്ന വചനം. ഹല്ലേലൂയ. എവിടെ കിട്ടും ആശ്വാസം? എവിടെ കിട്ടും സമാധാനം? ഇന്ന് പലക്കാലം ധൈര്യമായിട്ട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വചനത്തിൽ കൂടിയുള്ളത് ആശ്വാസം. ആ ആശ്വാസം പ്രാപിപ്പാൻ ഞാനും നിങ്ങളും ആരായിരിക്കണം? വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കുകണ്ടോ. വചനം പ്രസംഗിച്ചിട്ട് ഒരു പോരുകയല്ല അപ്പസന്മാർ. പിന്നെയും എന്ത് ചെയ്തു? ആ പട്ടണങ്ങളിൽ ചെന്നു വചനം കേട്ടവരുടെ സ്ഥിതി എന്താണെന്ന് അവർ പരിശോധിക്കുവാൻ തുടങ്ങി, അവരെ ഉറപ്പിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് മേലത്തെ വാക്യം വായിച്ചത്. പ്രൈസലോ, യൂദയും ശീലാസും പ്രവാചകന്മാരാകുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ എന്ത് ചെയ്ത്? പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ഉറപ്പിക്കുന്ന വചനം, ധൈര്യപ്പെടുത്തുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. ചില സ്ഥലങ്ങളിൽ അപ്പോസ്തലന്മാർ വചനം സ്വീകരിക്കാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവരെ തടഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് 16-ാം അധ്യായത്തിന് 6-ാം വാക്യം വായിക്കുമ്പോൾ അവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. കാരണം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന് 18 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആശയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും യഹൂദന്മാരാൽ എനിക്കുണ്ടായ കഷ്ടതകളോടും കൂടി ഞാൻ ദൈവത്തെ സേവിച്ചു വന്നു എന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതായ ആശയിലുള്ളതായ പ്രവർത്തനം പൗലോസിന് എന്തായി തീർന്നു? പ്രയാസമുള്ളതായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആശയിൽ വന്ന 1-ാം നാൾ മുതൽ നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള അവിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. 20-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന്. കൃപയുടെ വചനം, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ എനിക്ക് എന്ത് ചെയ്യണം? തികയ്ക്കണം. യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാണ്. ഒരുപക്ഷെ അതായിരിക്കാം നമ്മുടെ ശത്രുക്കൾ ഏറി വന്നു. അതുകൊണ്ടായിരിക്കാം ആശയവചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയത്. എങ്കിലും പൗലോസ് എന്ത് ചെയ്തില്ല? അധൈര്യപ്പെട്ടില്ല. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തു? അവിടെ പ്രസ്താവിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. 16-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ വ്യക്തികൾ മാത്രമല്ല ദൈവം സന്ദർശിക്കുന്നു, കുടുംബത്തെയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്താ? പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസ്താവിച്ചു, അവിടെ പ്രസംഗിച്ചു. അവിടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നില്ല. 17-ാം അധ്യായത്തിന് 11-ാം വാക്യം വായിക്കുമ്പോൾ, അവർ തെസ്സലോനിക്കയിലുള്ളവരോട് ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനംതോറും തിരുവെഴുത്തുകളെ പരിശോധിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തുകളെ എന്ത് ചെയ്തു? കേൾക്കുന്ന വചനം അവർ ഏറ്റെടുക്കുക മാത്രമല്ല, ആ വചനത്തിൽ കൂടി എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അവർ പരിശോധിച്ചു കൊണ്ടിരുന്നു ദൈവത്തിന്റെ വചനത്തെ. ഇന്ന് വലക്കാലം പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം എന്താണ്? അങ്ങനെ തന്നെയോ എന്നവരെന്ത് ചെയ്തു? വചനം കേൾക്കുക മാത്രമല്ല, അവരെന്ത് ചെയ്തു? പരിശോധിച്ചു കൊണ്ടിരുന്നു. തെസ്സലോനിക്കയിലുള്ളവർ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 17-ാം അധ്യായത്തിന് 13-ാം വാക്യം വായിക്കുമ്പോൾ, പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി. പ്രതികൂലമുണ്ട്. എവിടെ വചനം പ്രസംഗിക്കുന്നു അവിടെ പ്രതികൂലമുണ്ട്. കാരണം പിശാചിന്റെ പിടിയിൽ നിന്നും സാത്താന്റെ പിടിയിൽ നിന്നും അന്ധകാരത്തിൻ്റെതായ കുഴിയിൽ കിടക്കുന്ന ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ എന്തുണ്ടാകും? പ്രതികൂലമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. എങ്കിലും ദൈവത്തിന് വചനത്തിന് എന്തില്ല? ബന്ധനമില്ല. വചനം അനേകരിൽ ക്രിയ ചെയ്യും, അനേകരെ വിടുവിക്കും, അനേകരെ സൗഖ്യമാക്കും, അനേകരെ രക്ഷിക്കും. ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും കേൾക്കുന്ന വചനം അനുസരിക്കുന്ന വചനമായി മാറട്ടെ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. വചനത്തിൽ കൂടി പ്രൈസ് ദി ലോർഡ്. യേശു എന്ത് ചെയ്തു? തെളിയിച്ചു കൊടുക്കുക. എന്താ തെളിയിച്ചു കൊടുത്തത്? പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പലക്കാലം നമുക്കത് സാധിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്റെ രക്ഷകനെന്ന്, യേശുക്രിസ്തു തന്നെ ദൈവത്തിനെന്ന് വനത്തിൽ കൂടി എന്ത് ചെയ്യണം?
അവർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ കഴിയണം. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളണം. 18-ാമത്തെ 8-ാം വാക്യം വായിക്കുമ്പോൾ കൊരിന്ത്യർ അനേകർ ദൈവമെന്ന് കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് എന്ത് ചെയ്തു? സ്നാനമേറ്റു, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ പ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിന്റെ അന്ത്യകൽപ്പന എന്താ? നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ വചനം പ്രസംഗിക്കാം, സുവിശേഷം പ്രസംഗിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കൊരിന്ത്യരിൽ എന്ത് ചെയ്തു? അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ അവർക്കിടയായിത്തീർന്നു വചനം കേട്ടപ്പോൾ. 18-ാമത്തെ 12-ാം വാക്യം വായിക്കും, അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ വചനം ഉപദേശിച്ചും കൊണ്ട് താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് പൗലോസ് 1 വർഷം മുഴുവൻ താമസിച്ചതായിട്ട് ചില ദളിതങ്ങളിൽ പൗലോസോട് തമ്പടിച്ച് താമസമായിട്ട് കാണുവാൻ കഴിയും. എന്താണ് കാര്യം? പ്രൈസ് ദി ലോർഡ്. അവിടെ ചില വ്യക്തികളെ, അവിടെ ചില ജീവിതങ്ങളെ കണ്ടുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചും കൊണ്ട് നീ താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യമിതാ. പ്രൈസ് ദി ലോർഡ്. അനേകം ദൈവവചനം കേൾക്കണം. സത്താന്റെ പിടിയിൽ നിന്നും ഈ ലോകത്തിൻ്റെതായ അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്നും ജനം വിടുവിക്കപ്പെടണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നാം ദൈവവചനം എന്ത് ചെയ്യണം? ഘോഷിക്കണം. പണ്ട് ദേവദാസൻ ഇപ്രകാരം കഥ പറഞ്ഞു, 30 വർഷം ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനൊരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു. 30 പ്രാവശ്യം, 30 വർഷം. എപ്പോഴാണ്? എത്ര വർഷമാണ്? ഹല്ലേലൂയ. 30 വർഷമാ ഒരു ദൈവദാസനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ദൈവവചനം പറഞ്ഞതും. ആ 30-ാമത്തെ വർഷം ആ മനുഷ്യനെന്ത് ചെയ്ത്? രക്ഷിക്കപ്പെട്ടു. വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ഇതാണ് പൗലോസിന്റെ അനുഭവവും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന് 10-ാം വാക്യം വായിക്കുമ്പോൾ, ആശയിൽ പാർക്കുന്ന യഹൂദന്മാർക്കും യവനന്മാർക്കും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ദൈവത്തിന് വചനം ആദ്യമായിട്ട് മറുത്തു നിന്നെങ്കിലും പ്രൈസ് ദി ലോർഡ് അവർ വചനം കേൾക്കുവാൻ എന്തായിത്തീർന്നു? ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനം കേട്ടതുകൊണ്ടാണ് 19-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പ്രബലപ്പെട്ടു. ഈ വചനം ക്ഷീണിപ്പിക്കുന്നതല്ല, ഇതിന് ബലം കുറഞ്ഞു പോകുന്നതല്ല. വചനം, കർത്താവിന്റെ വചനം എന്ത് ചെയ്തു? ശക്തിയോടെ പ്രബലപ്പെട്ടു. ഇന്ന് ലോകത്തിൽ 24 മണിക്കൂറും പ്രസംഗിക്കുന്ന വചനം, ഏക വചനം ദൈവത്തിന്റെ വചനമാണ്. ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരങ്ങൾ, 10,000 ലക്ഷങ്ങൾ ഈ വചനം കേട്ട് എന്ത് ചെയ്യുന്നു? വിടുതൽ പ്രാപിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു, മാനസാന്തരപ്പെടുന്നു, സ്നാനമേൽക്കുന്നു, ദൈവകൃപയിൽ നിൽക്കുന്നു. ഇന്ന് ലോകത്തിൽ ഇതുപോലെ പ്രസംഗിക്കുന്ന വേറൊരു പുസ്തകമില്ല, ദൈവത്തിന്റെ വചനം മാത്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തിനിടയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. എത്ര ആഴമേറിയ വചനമാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോഴും നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വർക്കാറും വചനത്തിന്റെ ശക്തി എനിക്ക് നിങ്ങൾക്ക് വെറ്റെടുക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. 16-ാം അധ്യായത്തിന് 32, 34 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. ഒരു കുടുംബമായി രക്ഷിക്കപ്പെടുന്നു. കുടുംബമായി ദൈവത്തിന്റെ വചനം അംഗീകരിക്കുന്നു. കുടുംബമായി
ദൈവത്തിന് കൽപ്പന അനുസരിക്കുന്നു, ദൈവസന്നിധിയിൽ നിൽപ്പാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ദൈവം ഒരു വചനം എവിടേക്കാണ് ക്രിയ ചെയ്യുന്നത്? വ്യക്തികളിൽ, സമൂഹങ്ങളിൽ, ഭവനങ്ങളിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നു. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിലെ 11-ാം വാക്യം വായിക്കുമ്പോൾ, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകൾ എന്ത് ചെയ്തു? പരിശോധിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആരായിരിക്കണം? എങ്ങനെയുള്ളവരായിരിക്കണം? ഈ വനത്തിന് മുൻപാകെ ഇതുപോലെ കാലം നമ്മളെ ഏൽപ്പിക്കാം, നമ്മളെ സമർപ്പിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇത് വായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, ആത്മാവിനെയും സന്ധിവചകളെയും വിരവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതായാൽ ഇന്ന് വലക്കാല വനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. എന്തുകൊണ്ടാണ് ഈ വനം സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഹല്ലേലൂയ. നമ്മളെ ഏറ്റെടുക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യും. വഞ്ചിതമരുളിലും വാനവർക്കതീവ നീ വന്നിടുക, വരം തന്നിടുക. വഞ്ചിതമരുളിലും വാനവർക്കതീവ നീ വന്നിടുക, വരം തന്നിടുക. തഞ്ചമാടിയർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ അഞ്ചിതാതേ പരം കെഞ്ചിടുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വാഞ്ചിതമരുളുക വാനവർക്ക് അധിപതിയെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം പാടുന്ന ഇപ്രകാരമാണ്: മന്ദമനസ്സുകളിൽ ഉന്നത തലത്തോട് ചെന്നിടണം വര നിൻ വചനം. വന്നിച്ചിരിക്കുന്നതായ, ക്ഷീണിച്ചിരിപ്പിക്കുന്നതായ മനസ്സുകളിലേക്ക് എന്ത് ചെയ്യണം? മന്ദമനസ്സുകളിൽ ഉന്നത തലത്തോടും ചെന്നിടണം വര നിൻ വചനം. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാനരുൾ ചെയ്യണമേ, കൃപ ചെയ്യണമേ. നന്ദിയോടടിയങ്ങൾ നിന്നെ വണങ്ങാൻ ഞങ്ങൾ ചെയ്യണമേ, കൃപ ചെയ്യണമേ. വഞ്ചിതമരുളിടും വാനവർക്കധിപ നീ വന്നിടുക, വരം തന്നിടുക. തഞ്ചമാടിയർക്കു നീ എന്നറിഞ്ഞിടങ്ങൾ അഞ്ചിതാതേ പരം കെഞ്ചിടുന്നു. തഞ്ചമാടിയർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ അഞ്ചിടാതേ പരം കെഞ്ചിടുന്നു. എന്താണ് വനത്തിന്റെ പ്രത്യേകത? വനത്തിന്റെ സാധ്യത എന്താണ്? പ്രൈസ് ദി ലോർഡ്. പൂവിലും മണമേറും പൊന്നിലും ഒളി തിന്നും തേനിലും മധുരമേ നിൻ വചനം. പൂവിലും മണമേകും പൊന്നിലും ഒളി ചിന്നും തേനിലും മധുരമേ നിൻ വചനം. രാവിലും പകലിലും ജീവനായി ഭവിച്ചുമ്പോൾ ഭാവിയാനുഗ്രഹമാകണമേ. രാവിലും പകലിലും ജീവനായി ഭവിച്ചുമ്പോൾ ഭാവിയാനുഗ്രഹമാകണമേ. പൂവിലും മണമേകും പൊന്നിലും ഒളി ചിന്നും തേനിലും മധുരമേ നിൻ വചനം. പ്രൈസ് ദി ലോർഡ്. തേനിലും തേൻകട്ടയേക്കാൾ മധുരമുള്ള ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക. ദൈവത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചോണ്ട് ശക്തിയോടെ മുന്നേറുവാൻ ഈ വചനങ്ങളാൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. പ്രൈസ് ദി ലോർഡ്. തൊണ്ടി വനത്തിൻ്റെതായ മാധുര്യം മനസ്സിലാക്കിക്കൊണ്ട് വനത്തിന്റെ ശക്തി ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിടുതൽ, ആശ്വാസം, സൗഖ്യം എല്ലാം തരുവാൻ ദൈവം ഇടയായിത്തീരും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, പ്രൈസ്, ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ദുഃഖിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയും
ഈ വനത്തിന് ശക്തി നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ വിടുവിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വർക്കാലം വനത്തിന് മുൻപാകെ നമ്മളെ സമർപ്പിക്കാം, നമ്മളെ ഏൽപ്പിക്കാം, നമ്മളെ താഴ്ത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. 24 മണിക്കൂർ ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം ഇന്ന് വർക്കാലം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ ഈ വനത്തിന്റെ ശക്തിയാൽ ദൈവം വിടുവിക്കട്ടെ. ഈ ബാധിച്ചിരിക്കുന്ന ഈ കൊറോണയിൽ നിന്ന്, ഈ വിപത്തിൽ നിന്ന്, ഈ വ്യാധിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ ദൈവത്തിന് വചനം ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുക. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നീ ശ്രദ്ധിക്കും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വനത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് അല്പനിമിഷം പറയുവാൻ സ്വർഗം തന്ന അവസരത്തിനായി നന്ദി. തേനിലും നെൽക്കട്ടയേക്കാൾ മധുരമുള്ള വചനം, അനേകരെ വിടുവിക്കുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, രക്ഷയ്ക്ക് കാരണമാക്കുന്ന വചനം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം വചനം കേട്ട, വചനം കേൾക്കുന്നതായ എല്ലാ പ്രിയവരോടും സ്വർഗ്ഗം സംസാരിക്കുമാറാകണമേ. അവർക്ക് വലിയ വിടുതൽ, വലിയ ആശ്വാസം. ഏത് വിഷയത്തിനാണ് അവർ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന്മേൽ നിന്റെ വചനമായി നീ വിടുവിക്കണമേ. വലിയ സമാധാനത്താൽ ആ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, വ്യക്തികളെ സ്വർഗം നിറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വനത്തെ മുൻപാകെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.